ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് കപ്പയും മീൻകറിയും എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ചുമ്മാതിരിക്കുമ്പോൾ ഓർത്താൽ തന്നെ കൊതി വരുന്നൊരു നാടൻ ഭക്ഷണമാണത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മീൻകറി വെക്കാനറിയാം, കപ്പ തയ്യാറാക്കാനും അറിയാം. പക്ഷെ നമ്മൾ പലരും പല രീതിയിലല്ലേ മീൻകറി വെക്കുന്നത്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും ഒരു ബേസിക് മെത്തേഡിലുള്ളതും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു മീൻകറിയും കപ്പ തയ്യാറാക്കിയതുമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 1 കിലോ വരുന്ന മരച്ചീനി കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു 3 വെള്ളത്തിൽ കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരണ്ട കേട്ടോ. ഒരു വിസിൽ വരുന്നതിന് അല്പം മുമ്പായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പം അത് പാകാവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാം. നല്ല പാരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഉപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു അരമുറി തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് കഴിക്കണോ അത്രയും തേങ്ങ, അതുപോലെ നമുക്ക് എത്ര എരിവ് വേണോ അതിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പെപ്പർ പൊടി ഞാനൊരു 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വറുത്ത ഉലുവ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അത് ഓപ്ഷണലാണ്, ഞാൻ ഇട്ടില്ല ഇന്ന്. പിന്നെ ഒരു 4-5 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അത് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാനൊരു 2 തക്കാളിയും ഒരു 3-4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിക്ക് ഞാൻ 3-4 കുടംപുളി പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് വീഡിയോ ക്ലിപ്പ് എൻ്റെ നിന്ന് ഡെലീറ്റ് ആയി പോയതാണ്. അത് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഊരിയിട്ട് കൊടുത്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ചുറ്റി ഒഴിച്ചു കൊടുത്ത് ആ ചട്ടി അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങ് എന്തൊരു പരുവമായി നമുക്ക് നോക്കാം. നമ്മുടെ മരച്ചീനി കിഴങ്ങ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്തിരിപ്പുണ്ട്. ആ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്നും ചേർക്കണ്ട വേറെ. നമ്മൾ ഉപ്പിട്ടല്ലേ, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ചതാണ്. അതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കപ്പ, നല്ല സൂപ്പറായിട്ടുള്ള കപ്പ റെഡിയാണ്. പിന്നെ മരച്ചീനി കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആശ്രയിച്ചിരിക്കും കേട്ടോ. ചില കിഴങ്ങ് ഒരു ഉറപ്പില്ലാത്ത കിഴങ്ങാണെങ്കിൽ ടേസ്റ്റ് കുറയും. അപ്പം ഇതൊരു നല്ല കോമ്പിനേഷനാണ്. മീൻ കറിയും കപ്പയും ഒരു ചെറിയ പൊരിച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ വെച്ച് കഴിച്ച് നോക്കിയാലേ നമ്മൾ സ്വർഗത്തിൽ പോയൊരു പ്രതീതിയാണ് നമുക്ക്. അപ്പം നിങ്ങൾ എല്ലാത്തരം മീൻ കറിയും വെക്കുന്നവരായിരിക്കും. ഈ ഒരു സിമ്പിളായിട്ടുള്ള മീൻ കറിയും കപ്പയും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ, കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.